ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ചിലവാക്കുന്ന ഓരോ രൂപയ്ക്കും പകരം 2.5 രൂപയായി തിരികെ ലഭിക്കുമെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ്. ISROയിൽ സർക്കാർ മുടക്കുന്ന പണം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടക റെസിഡൻഷ്യൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു സോമനാഥ്. ബഹിരാകാശ യാത്ര ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിൽ ആധിപത്യത്തിനായി മത്സരിക്കുന്നതിനേക്കാൾ രാജ്യത്തെ സേവിക്കുക എന്നതാണ് ലക്ഷ്യം. ചന്ദ്രനിലേക്ക് പോകുന്നത് ചിലവേറിയ കാര്യമാണ്. ധനസഹായത്തിനായി സർക്കാരിനെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല. ISRO ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുകയും തുടരുകയും വേണം. അല്ലെങ്കിൽ ചിലവേറിയ എന്തെങ്കിലും ചെയ്ത ശേഷം സർക്കാർ നിങ്ങളോട് അടച്ചുപൂട്ടാൻ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് യൂറോപ്യൻ ബഹിരാകാശ കൺസൾട്ടൻസിയായ നൊവാസ്പേസുമായി സഹകരിച്ച് ISRO കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സാമൂഹിക സാമ്പത്തിക ആഘാത വിശകലനത്തെ പരാമർശിക്കുകയായിരുന്നു സോമനാഥ്. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മന്ത്രി ജിതേന്ദ്ര സിംഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2014-നും 2024-നും ഇടയിൽ ഇന്ത്യയുടെ GDP-യിലേക്ക് ബഹിരാകാശ മേഖല $60 ബില്യൺ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വരുമാനം 2023-ലെ കണക്കനുസരിച്ച് $6.3 ബില്യൺ വളർന്നു. ഇത് ലോകത്തിലെ 8ാമത്തെ വലിയ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയായി മാറി. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി 96,000 തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ 4.7 ദശലക്ഷം തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024-ലെ കണക്കനുസരിച്ച് ഇന്ത്യൻ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഏകദേശം 6,700 കോടി രൂപ മൂല്യമുള്ളതാണ്. ഇത് ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ 2-3% സംഭാവന ചെയ്യുന്നുണ്ട്. ഇത് 2025-ഓടെ $13 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ദശകത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 10% വിഹിതം നേട്ടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ISROയുടെ തുടക്കം മുതൽ കഴിഞ്ഞ 55 വർഷമായി ഇതുവരെയുള്ള മൊത്തം നിക്ഷേപം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഒരു വർഷത്തെ ബജറ്റിനേക്കാൾ വളരെയധികം കുറവാണ്. ISROയുടെ നിലവിലെ വാർഷിക ബജറ്റ് ഏകദേശം $1.6 ബില്യൺ ആണ്. നാസയുടെ നിലവിലെ വാർഷിക ബജറ്റ് $25 ബില്യൺ ആണെന്നും അദ്ദേഹം പറഞ്ഞു. ISROയുടെ അവസാന കണക്കനുസരിച്ച് 2023 ഡിസംബർ 31 വരെ സ്വകാര്യ ഓപ്പറേറ്റർമാരുടെയും അക്കാദമിക് സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 127 ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യ 97 റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും 432 വിദേശ ഉപഗ്രഹങ്ങൾ അയക്കുകയും ചെയ്തു. വാണിജ്യ വിക്ഷേപണങ്ങൾക്ക് 3 വ്യത്യസ്ത റോക്കറ്റുകൾ ലഭ്യമാണ്. പ്രതിദിനം 8 ലക്ഷം മത്സ്യത്തൊഴിലാളികളെ ISRO സഹായിക്കുന്നുണ്ട് എന്നും 140 കോടി ഇന്ത്യക്കാർക്ക് ഉപഗ്രഹാധിഷ്ഠിത കാലാവസ്ഥാ പ്രവചനത്തിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.